രാമക്കമ്പട്ടിലെ ഏറ്റവും അഡ്വഞ്ചർ പ്ലേസായ ആമപ്പാറയിലേക്കാണ് ഇന്ന് നമ്മൾ വ്ലോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി തന്നെ ഞങ്ങളങ്ങ് ഇറങ്ങി തിരിച്ചു. ഈ ഒരു ആമപ്പാറ എന്ന് പറയുന്ന സ്ഥലം ചിലപ്പോൾ വാർത്തയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയപ്പം അതേപോലെ ഫീൽ ചെയ്യുന്ന ഒരു ഗുഹയുണ്ടെങ്കിൽ അത് ഇടുക്കിയിലെ രാമക്കമ്പട്ടിലുള്ള ആമപ്പാറയിലാണ്. കഴിഞ്ഞ ദിവസം വാർത്തകളൊക്കെ നാം കാണുന്നുണ്ടായിരിക്കും. അതേ സ്ഥലത്തേക്ക് ഇന്ന് കുട്ടേട്ടൻ്റെ ബ്ലോഗ് നിങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ സ്വന്തം നാട്ടിലെ വീഡിയോ അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾക്കും വലിയൊരു സന്തോഷമാണ്. അങ്ങനെ നന്ദുണ്ട്, വിനിച്ചേട്ടനുണ്ട്, വിനിച്ചേട്ടൻ്റെ കുടുംബമുണ്ട്. അങ്ങനെ ഞങ്ങൾ ആമപ്പാറയിലേക്കുള്ള ഫസ്റ്റ് എൻട്രിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഞങ്ങൾ വാലമ്പള സിറ്റിയിൽ നിന്നാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ വാലമ്പള സിറ്റിയിൽ നിന്ന് കുറച്ച് വരുമ്പം ഒരു 1.5 കിലോമീറ്റർ വന്നു കഴിയുമ്പോൾ തന്നെ ആമപ്പാറയിലേക്കുള്ള ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ആമപ്പാറയിലേക്കുള്ള വഴിയിലേക്ക് കയറി കഴിഞ്ഞു. ഇനിയുള്ളത് നിങ്ങൾ കാണുക. കാരണം ഒരു ചെറിയൊരു ഗ്യാപ്പ് റോഡാണ്. അതിലൂടെയാണ് ഈ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ പറക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്ര എക്സ്പേർട്ടഡ് ഡ്രൈവേഴ്സാണ് കേട്ടോ നമ്മുടെ രാമക്കമ്പട്ടിലുള്ള ഓഫ് റോഡ്. അവരൊക്കെ പോകുന്ന കാണുമ്പോൾ തന്നെ നമുക്കും വലിയൊരു സന്തോഷമാണ്. ഓഫ് റോഡിന് വേണ്ടി തന്നെ ഉള്ളൊരു പ്രത്യേക സ്ഥലമാണ് ഈ ആമപ്പാറ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, പരമാവധി യാത്രകളൊക്കെ ശ്രദ്ധിച്ച് തന്നെ പോവുക. ഗൈഡ്, അതായത് നിങ്ങളെ കൊണ്ടുപോകുന്നവർ പറയുന്നത് കേട്ട്, കാരണം അവർക്കറിയാം ആ സ്ഥലത്തെക്കുറിച്ച്. അത് പരമാവധി ശ്രദ്ധിച്ച് തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മളിതേ നമ്മുടെ ആമപ്പാറയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജീപ്പിനകത്ത് ഒരു തരി ഇരിക്കാൻ പറ്റില്ല. അതുപോലത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആകുമ്പോൾ ആ വഴിയുടെ ആ ഒരു എന്താ പറയുന്നത്, ഓഫ് റോഡ് എന്ന് പറയുമ്പോൾ തന്നെ അതാണല്ലോ നമ്മുടെ ഫീല്. ഇതൊന്നും അല്ല കേട്ടോ. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എന്താണ് അഡ്വഞ്ചർ ഓഫ് റോഡിൻ്റെ ഫീൽ എന്താണെന്നുള്ളത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇതൊക്കെ എന്താ പറയുന്നത്, ഇതൊക്കെ ആസ്വദിച്ചിട്ടൊക്കെ പിന്നെ ഇതാണ് ആസ്വദിക്കുന്നത് അല്ലേ. നമ്മൾ ഏറ്റവും ഉയർന്ന മലകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ നിൽക്കുമ്പോഴും ഉയർന്ന മലകളിലേക്ക് കയറുമ്പോഴൊക്കെ ഉള്ളൊരു ഫീലുണ്ടല്ലോ, അത് പ്രത്യേകം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എന്താണ് കട്ടർ റോഡിലേക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ജർക്കിങ് ആകുന്നതുകൊണ്ടേ നമുക്ക് ക്യാമറ ഒന്ന് സ്റ്റേബിളാക്കി വെച്ച് ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റാതെ വരും. അത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു ഓഫ് റോഡൊക്കെ ഒന്ന് പോയാൽ മതി. കാരണം അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പിന്നെ പരമാവധി വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഒരു വിധത്തിൽ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ, ഒരു വ്ളോഗാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ എക്സ്പ്രഷനൊക്കെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ പിന്നെ ആ ഓഫ് റോഡിൻ്റെ എന്ത് ത്രില്ല് എങ്ങനെ അറിയാനാണോ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇറങ്ങി വണ്ടി വരുന്ന കുറേ വ്യൂ, എന്താ പറയുന്നത്, ആ റോഡും ആ വണ്ടിയുടെ ഒരു പോക്കും ഇതെല്ലാം ഒന്ന് കാണണ്ടേ. ഇതൊക്കെ കാണുമ്പോഴല്ലേ ശരിക്കും ഓഫ് റോഡിൻ്റെ ഒരു ത്രില്ല് നമുക്കുണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസം നമുക്ക് കുറച്ച് റീൽസൊക്കെ എടുക്കാനൊക്കെ ഉള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ അങ്ങനെയും കുറേ വീഡിയോസൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേണ്ട വീണ്ടും യാത്ര തുടരുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. കാരണം നിങ്ങൾക്കും ഒരു അട്രാക്ഷനൊക്കെ ഉണ്ടാകണ്ടേ. ഒരു സ്ഥലത്ത് വരുമ്പം കൊള്ളാം എന്ന് തോന്നണ്ടേ. അങ്ങനെ കുറേ ഈ വീഡിയോയ്ക്കകത്ത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇനി എൻ്റെ സംസാരം കേട്ട് ബോറടിക്കുന്നുണ്ടെങ്കിൽ കേട്ടല്ലേ പറ്റൂ. അങ്ങനെ നമ്മൾ വേണ്ടേ നമ്മുടെ ശരിക്കുള്ള ഓഫ് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. നല്ല റോഡൊക്കെ മാറി വേണ്ടേ. ഇവിടെ ഈ വഴി വരുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും മഴയത്തൊക്കെ കുഴഞ്ഞു കിടക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ പോകണം. എന്ത് രസമായിരിക്കും എന്നറിയോ. ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ വിളിക്കാത്തവരെല്ലാം ദൈവത്തെ വിളിക്കും. ഈ ഓഫ് റോഡ് യാത്രയിൽ പരമാവധി ദൈവത്തെ വിളിച്ചിട്ട് കൂടുതലായിരിക്കും. കാരണം അത്രയും രസകരമായിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ വേണ്ടേ ഇനി ഒന്നും കൂടെ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് വീഡിയോ കൂടി കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര വ്യൂ ആണ്. ഭയങ്കര വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഈ കാഴ്ച തന്നെ കാണാൻ. എന്താ അത്രയ്ക്ക് രസകരമായ കാഴ്ചയാണ് കേട്ടോ. ഓഫ് റോഡിലേക്ക് നമ്മൾ ചെന്ന് പറ്റുന്നതിന് മുമ്പേ തന്നെ നമ്മൾ കുറേ കാഴ്ചകൾ കണ്ടാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇവർ ഈ വഴി കൂടി സ്ഥിരമായിട്ട് പോകുന്നതുകൊണ്ട് ഈ സ്ഥലത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഗൈഡിങ്ങും
അവർ കറക്റ്റായിട്ട് നമുക്ക് നൽകി തരും കേട്ടോ. നിങ്ങളൊക്കെ വരുമ്പം തീർച്ചയായിട്ടും ഓഫ് റോഡ് രാമക്കപ്പെട്ടി വന്ന പരമാവധി നിങ്ങൾ ഓഫ് റോഡൊക്കെ ഒന്ന് യൂസ് ചെയ്യണം കേട്ടോ. അത് കാരണം നിങ്ങൾക്കും ലൈഫിലൊരു എന്താ പറയുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് ആവും, ഓർത്തിരിക്കാൻ കുറച്ച് ഓർമ്മകൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. നമ്മളങ്ങനെ യാത്ര തുടരുകയാണ്. ഓഫ് റോഡിൻ്റെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തപ്പെടാൻ പോകാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല മഴയത്തൊക്കെ ആണെങ്കിൽ അയ്യോ ഇപ്പോൾ തന്നെ സഹിക്കാൻ വയ്യ. അപ്പോൾ മഴയത്തൊക്കെ ആണെങ്കിൽ ദൈവമേ ഭയങ്കര വ്യത്യസ്ത അനുഭവമായിരിക്കും. നമ്മളങ്ങനെ യാത്ര തുടരുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണല്ലോ ശരിക്കും നമുക്കും ആ ഓഫ് റോഡിന് പോകണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണണം എന്നൊക്കെ തോന്നാറുള്ളത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത്. കഴിയുന്ന വിധത്തിലുള്ള വീഡിയോസൊക്കെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ആമപ്പാറയുടെ ഫുൾ വീഡിയോ ഈ ഒറ്റ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ വണ്ടിയുടെ ഇളക്കം കണ്ടോ. അയ്യോ ഇതാണ്ട ഇനിയാണ് നമ്മൾ പാറയിലോട്ട് കയറാൻ പോകും. ഓഫ് റോഡ് ശരിക്കും നമ്മൾ ഞങ്ങൾ പൊളിക്കാൻ പോകും കേട്ടോ. കണ്ടോ നമ്മൾ വണ്ടി ഒന്ന് ചെറുതായിട്ട് ചവിട്ടി ഫസ്റ്റ് ഗിയറൊക്കെ കൊടുത്ത് താണ്ടേ ദേ പോന്നു. ആഹാ ശരിക്കും ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ കാണുന്നവരൊന്നുമല്ല, വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ശരിക്കൊരു ഫീലുണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ ഈ മരണക്കിണറൊക്കെ കാണാൻ പോകുന്നൊരു അനുഭവം ഉണ്ടല്ലോ, ആ ഒരു ഫീലാണ് ശരിക്കും ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ. അയ്യോ ഞാനിതിനിടയ്ക്ക് ഈ വീഡിയോയ്ക്ക് ഇടയ്ക്ക് കാണിച്ചു തരാം. ഓഫ് റോഡ് പിള്ളേർ സെറ്റ് വരുമ്പോൾ ഉള്ള ലെവൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, അത് ഞാൻ കാണിച്ചു തരാം. അത് ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ പാറയെ കൊണ്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തു, കാരണം ഇത്ര ഓടി വന്നതല്ലേ. ഇനി ഇവിടെയുള്ള സ്ഥലങ്ങളും കൂടിയൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അതിനിടയ്ക്ക് നിങ്ങൾ എന്നെയും കൂടെ ഒന്ന് കണ്ടു. ഇതാണ്ടേ ഇനിയാണ് ഇത് കണ്ടോ, അവിടുത്തെ ജീപ്പ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. അതാണ്ട് ദൂരേന്ന് ഓഫ് റോഡ് ജീപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 1 അല്ല 2 അല്ല 3 അല്ല 4 ജീപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ അവർ വരുന്ന വരവുകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഓഫ് റോഡിൻ്റെ ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു ഫീല് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിസ്ക് എടുത്താണ് കേട്ടോ ഈ ചേട്ടന്മാർ വണ്ടി ഓടിക്കുന്നത്. അവരുടെ എന്നാ പറയുന്നത് ഉപജീവനത്തിന് വേണ്ടി ജീവൻ തന്നെ വെച്ചിട്ടാണ് അവർ ഈ വണ്ടി ഓടിച്ച് നമ്മളെ എന്നാ പറയുന്നത് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളും അവരുമായിട്ടൊക്കെ വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഒരു പ്രാവശ്യമാണെങ്കിൽ പോലും കാണുന്നതെങ്കിലും ഇനി ജീവിതകാലം മുഴുവൻ അത് ഓർമ്മയായി നിൽക്കണം. നമ്മുടെ വണ്ടി താണ്ടെ വരുന്നുണ്ട് കേട്ടോ, വന്നു കഴിഞ്ഞു. താണ്ടെ ഒന്നാമത്തെ വണ്ടി താണ്ടെ കയറി വരുന്ന വരവ് കണ്ടോണേ. അങ്ങനെ ഒരാൾ തോറ്റു കൊടുക്കുന്ന ആൾക്കാരൊന്നുമല്ല നമ്മുടെ നാട്ടിലെ ഡ്രൈവർ ചേട്ടന്മാർ. നോക്കിക്കോണം, വണ്ടികൾ വരുന്ന വരവുകൾ കണ്ടോണം. കണ്ടോ പിള്ളേരൊക്കെ വളരെ അടിച്ച് പൊളിച്ചാണ് പോകുന്നത്, കാറി കൂവി. ഭയങ്കര രസമാണ്. ഇതൊക്കെയല്ലേ ലൈഫിലെ ഒരു എന്താണ് സന്തോഷം എന്ന് പറയുന്നത്. കാരണം യാത്ര പോവുക, കൂട്ടുകാരുമായിട്ട് ഒത്തിരി യാത്ര ചെയ്യുക, ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണുക, ഇങ്ങനെയുള്ള അഡ്വഞ്ചർ പ്ലേസ് അല്ലെങ്കിൽ അഡ്വഞ്ചറായിട്ടുള്ള ഓഫ് റോഡുകളൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുക. വണ്ടിയൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന കാണുമ്പോൾ നമ്മളവർക്ക് എന്താണ് അവരടുത്ത പടയോട്ടത്തിനുള്ള തയ്യാറെടുപ്പാണ് കൈസ്. നോക്കിയോ വരുന്ന വരവ് കണ്ടോണം. ഈ ഒരു വീഡിയോക്കകത്തുണ്ട് ഓഫ് റോഡിൻ്റെ ഒരു പവർ. താണ്ട വരുന്നു. അങ്ങനെ ഒന്നോടൊന്നോട് മത്സരിച്ചുകൊണ്ട് വണ്ടികൾ താണ്ട 3 ഒരുപോലെ നോക്കിയില്ല. പിള്ളേരും അടിച്ച് പൊളിച്ചാണ് കേട്ടോ അവരും പോകുന്നത്. വാ എന്ത് രസമല്ലേ. ഇത് കണ്ടിട്ട് അങ്ങ് ആശ്വസിച്ചേക്കരുത് കേട്ടോ. നിങ്ങളും പരമാവധി രാമക്കമ്പട്ടിലൊക്കെ വന്ന ഈ ഓഫ് റോഡൊക്കെ ഒന്ന് എന്നാ പറയുന്നത് അനുഭവിച്ചിട്ട് വേണം ഇവിടെ നിന്നൊക്കെ കടന്ന് തിരിച്ചു പോകാൻ. അതുകൊണ്ട് അങ്ങനെ നമ്മളടുത്ത മെയിൻ ആമപ്പാറയുടെ ഒരു വ്യൂവിലേക്ക് നമ്മൾ വരികയാണ് കേട്ടോ. ഫുള്ള് മലനിരകൾക്കിടയിൽ നിൽക്കുന്ന ആ ഒരു അടിപൊളി വ്യൂവിലേക്ക് നമ്മൾ വരികയാണ്. അതാണ്ട് ജീപ്പ് വരുന്നത് കണ്ട. ശരിക്കും പറഞ്ഞാൽ
ഹൈലി റിസ്ക് എടുത്താണ് ഇവർ വണ്ടിയൊക്കെ ഓടിക്കുന്നത്. ഈ ഓഫ് റോഡ് ഡ്രൈവേഴ്സിനെല്ലാം ബിഗ് സല്യൂട്ട്. കാരണം ജീവൻ പണയം വെച്ച് ഇത്ര റിസ്ക് എടുത്ത് കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ജീവനത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിൽ ബിഗ് സല്യൂട്ട് കേട്ടോ. എന്താണ്ടേ, അങ്ങനെ നമ്മൾ മെയിൻ ആമപ്പാറയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇനിയാണ് നമ്മുടെ കാഴ്ചകൾ തുടങ്ങാൻ പോകുന്നത്. ആമപ്പാറ എക്കോ ടൂറിസം. ഈ ഒരു സംഭവം ശ്രദ്ധിച്ചോണേ. ഇത് തുറന്നിട്ടില്ല. ഇതൊരു ആമയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഈ ആമയ്ക്കകത്ത് ഒരു മിനിയേച്ചർ, അതായത് ഇടുക്കി ഡാമിൻ്റെ ഒരു ഫുൾ വ്യൂ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ബിനിച്ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നത്. സോ അത് ഓപ്പൺ ആകുമ്പോൾ അതും ഒരു ടൂറിസ്റ്റേഴ്സിൻ്റെ അട്രാക്ഷനായി മാറും. ഇടുക്കി ഡാം ഫുൾ വ്യൂ ആയിട്ട് നമുക്ക് 3D ലെവലിൽ കാണാൻ പറ്റുമെങ്കിൽ അതും ശരിക്കും പറഞ്ഞാൽ ഒരു രസകരമല്ലേ. അങ്ങനെ നമ്മൾ ശരിക്കും ആമപ്പാറയുടെ ടൂറിസത്തിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. അത്യാവശ്യം 2-3 കടകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട സ്നാക്സും നാരങ്ങാ വെള്ളവും ചൂട് ചായയും എല്ലാം അവിടെ കിട്ടും. ചായ ഉണ്ട് കേട്ടോ, കട്ടൻ ചായ ഉണ്ട്, പാൽ ചായ ഉണ്ട്, എല്ലാം അവിടെ അവൈലബിളാണ്. അങ്ങനെ നമ്മുടെ പിടിച്ചേട്ടൻ നമുക്ക് വഴി കാണിച്ചു തരാൻ മുമ്പോട്ട് പോവുകയാണ്. നല്ലൊരു വഴികാട്ടിയാണ് കേട്ടോ. അതിനിടയ്ക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ആശാൻ കയറി നിന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയാണ്. എന്താണ് നന്ദൂപ്പനുണ്ട്. അങ്ങനെ നന്ദൂപ്പനോട് ഞാൻ പറഞ്ഞിടാ, നീ മുന്നിൽ നടക്ക്, ഇനിയിപ്പം വീഡിയോയുടെ ഒരു വ്ളോഗർ സ്റ്റൈലിലേക്ക് നീ അങ്ങ് മാറ്. അങ്ങനെ അവനെ മുമ്പിൽ നടത്തി. ആ കാണുന്നത് വാച്ച് ടവറാണ് കേട്ടോ. അതിൻ്റെ ഫുൾ വ്യൂ ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം മഞ്ഞുമൽ ബോയ്സിലെ ആ ഒരു ഗുഹ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്താലോ, അല്ലേ? അതല്ലേ നമുക്ക് കാണണ്ടേ. എങ്കിൽ പിന്നെ അതൊന്ന് കണ്ടിട്ട് വരാം. ഇവിടെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒന്ന് വിശ്രമിക്കാനും ഒന്ന് എല്ലാ ജോലിയുടെ തിരക്കുകളൊക്കെ മാറി ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈസ് ബെസ്റ്റ് പ്ലേസ് ഇൻ രാമക്കമ്മേടു. ഇങ്ങനൊരു ഓഫ് റോഡൊക്കെ എന്നാണ് സന്തോഷിച്ച് അടിച്ചു പൊളിച്ച് കയറി വന്നിട്ട് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്ത് നല്ല കാറ്റും ഇളം കാറ്റും അതിൻ്റെ കൂടെ ഒരു സമാധാനമായ അന്തരീക്ഷവും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ അതിൽ പറയാൻ വേറെ സന്തോഷം പറയുന്നുണ്ടോ? എന്നാണ്ടേ മലകൾക്കിടയിൽ എന്ത് സുഖകരമായ കുറച്ച് നേരമായിരിക്കും എന്നറിയോ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത നേരമായിരിക്കും. ഇതാണ്ട് നമ്മളങ്ങനെ ആ ഗുഹയിലേക്ക് നമ്മൾ പോവുകയാണ്. പാറകൾക്കിടയിലൂടെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടോ. അവിടെ തന്നെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം വേണ്ട എല്ലാ സ്നാക്സുകളും അവിടെ ഉണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ആയി പോയാലും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു യാത്ര വളരെ ശ്രദ്ധിച്ചോണം. ഇവിടുന്ന് പോകുമ്പോൾ ഗൈഡേഴ്സ് നിങ്ങൾക്ക് കൂടെയുണ്ട്. കൊണ്ടുവന്ന ചേട്ടന്മാർ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ശ്രദ്ധിച്ച് നമുക്കറിയാൻ മേലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ അറിയാവുന്നവർ പറയുന്നത് ശ്രദ്ധിച്ച് തന്നെ നമ്മളെ യാത്ര തുടരുക. കാരണം അത് നമ്മുടെ മുമ്പോട്ടുള്ള ലൈഫിലും അതൊരു സെക്യൂരിറ്റി ആയിരിക്കും. അങ്ങനെ നമ്മുടെ പാറയിലേക്കുള്ള യാത്ര. അതിനിടയ്ക്ക് ബിനിച്ചേട്ടൻ നമ്മളെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അവിടത്തെക്കുറിച്ചൊക്കെ അവിടെ താഴെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒട്ടും സമയം കളയുന്നില്ല. ഞങ്ങളങ്ങനെ നമ്മുടെ മെയിൻ സ്ഥലത്തിലേക്ക് ഇറങ്ങാൻ പോകും. ആമപ്പാറയുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പം കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി പോവുകയാണ്. വളരെ ശ്രദ്ധിച്ച് തന്നെ യാത്ര ചെയ്യുക. ഞങ്ങളും വളരെ ശ്രദ്ധിച്ച് ഈ പാറകൾക്കിടയിലൂടെ ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞങ്ങൾ പോകുന്ന പോക്ക് കണ്ടോണം. നല്ല രസകരമാട്ടോ. പാറയ്ക്കിടയിലൂടെയുള്ളൊരു യാത്ര, അതായത് പാറയുടെ ഗുഹകൾക്കിടയിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഈ ഒരു വ്ളോഗ് ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലെ ഒരു ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസായി ആമപ്പാറ. ഇത് കാണിച്ചില്ല പിന്നെ വേറെ ഏതാ കാണിക്കുന്നത്. അങ്ങനെ ഇതൊന്ന് എടുക്കാൻ വേണ്ടി തന്നെ ഉള്ള ഒരു യാത്രയാണിത്. നിങ്ങൾ ശരിക്കും കണ്ടോ, നിങ്ങളും വരണം, ഇത് വന്ന് കാണണം. ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം. പാറയ്ക്കിടയിലൂടെ കണ്ടോ. അങ്ങനെ നമ്മൾ പാറയ്ക്കിടയിലൂടെ അടുത്തൊരു സൈഡിലേക്ക് നമ്മൾ വന്നിറങ്ങുകയാണ് കേട്ടോ. ഞാനിതുവരെ വന്നിട്ടില്ല. ഞാനും ക്യാമറയും കൂടി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വീഡിയോ എടുത്ത് വരുന്ന കാരണം വളരെ സാവധാനം വളരെ ശ്രദ്ധിച്ചാണ് വരുന്നത്. കാരണം മൊബൈലൊക്കെ പ്രത്യേകിച്ച് മൊബൈലൊക്കെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചോണം. ഇവിടെ മൊബൈലൊക്കെ നഷ്ടമാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് കാല് തന്നെയാൽ പോലും പിന്നെ പോയാൽ കിട്ടത്തൊന്നുമില്ല. അത്രയ്ക്ക് താഴോട്ടങ്ങ് പോയി. ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ എത്ര ഉയരത്തിലാണെന്നുള്ളതൊക്കെ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങൾ ഒറ്റയടിക്ക് എല്ലായിടത്തും പോകാതെ പരമാവധി റെസ്റ്റ് എടുത്ത് കുറച്ച് ആസ്വാദനം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ഈ പ്രകൃതിയുടെ ഭംഗി നമ്മൾ ആസ്വദിക്കണമല്ലോ. ഇങ്ങനെ ആസ്വദിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അവിടെ എല്ലാം പടികൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച്, നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം കുറേ അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ള കാഴ്ചപ്പാടോട് കൂടി ഇങ്ങനെ വരികളെല്ലാം വെച്ച് കണ്ടോ, അത്രയും സെക്യൂറായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. എങ്കിലും നമ്മുടെ യാത്രകളൊക്കെ സുരക്ഷിതമായി തന്നെ മുന്നോട്ട് പോവുക, വളരെ ശ്രദ്ധിച്ച് തന്നെ യാത്ര ചെയ്യാൻ നമ്മൾ കണ്ടോ. ഇവിടെ നിന്നൊക്കെ മൊബൈൽ പോയി കഴിഞ്ഞാൽ, പോക്കറ്റിലൊക്കെ മൊബൈൽ ഇരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാനുള്ള ഒരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കണ്ടോ. അതാണ്ട് ഇതാണ് സ്ഥലം. നമ്മളിപ്പോൾ പാറയ്ക്കകത്താണ് ഗായ്സ്, നമ്മളിപ്പോൾ പാറയ്ക്കുള്ളിലാണ് കണ്ടോ, പാറയ്ക്കകത്തിരിക്കുകയാണ്. പക്ഷെ എന്തൊരു ഫീലാണെന്നറിയോ, എന്ത് രസമാണെന്നറിയോ പാറയ്ക്കകത്തിരിക്കുന്ന. അത്രയ്ക്ക് രസകരമായൊരു യാത്രയാണ് കേട്ടോ. ഈ ആമപ്പാറയിലൊരു വ്യൂ ഭയങ്കര രസകരമായി തോന്നി. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് വർത്താനൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എക്കോ അടിച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു പാട്ടൊക്കെ പാടാനായിട്ടുള്ളൊരു ഫീലൊക്കെ ഉണ്ടാവും. അത്രയ്ക്ക് രസകരമായി തോന്നി. ആ ഒരു പാറയ്ക്കുള്ളിൽ ഒരു ഇരിപ്പ് ആണ്. അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഈ ഒരു ഭാഗം നമ്മുടെ ബിനിച്ചേട്ടൻ പറഞ്ഞു തരുന്നതുപോലെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് തന്നെ നമുക്കവിടെ കുറച്ച് ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഇറങ്ങാനുള്ള ഒരു ചെറിയൊരു ഇതുണ്ട് അവിടെ. ഇപ്പം നമുക്ക് ചവിട്ടി നിൽക്കാനൊരു പാറയുടെ ഇതുമുണ്ട്. അങ്ങനെ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും സൂക്ഷിക്കുക. വളരെ ശ്രദ്ധിച്ച് തന്നെ ഇനിയുള്ള യാത്ര വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. കാരണം ഒരു ശ്രദ്ധ മാറിപ്പോയാൽ അത് ചിലപ്പം വലിയൊരു വേദനയായി അല്ലെങ്കിൽ ദുഃഖമായി മാറും. അതൊത്തിരി പേരെ ബാധിക്കുമെങ്കിൽ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുന്നത് നല്ലതല്ലേ. നമ്മൾ നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര തുടരുകയാണ്. അങ്ങനെ ഇരുന്നിരുന്ന് പയ്യെ ഞങ്ങൾ മുമ്പോട്ട് നീങ്ങുവാണ് കേട്ടോ. ഓരോ ലെവലായിട്ട് ഇങ്ങനെ മുമ്പോട്ട് നീങ്ങി വേണ്ടേ ഇതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെട്ടത്തിൻ്റെ കുറവുണ്ട് എങ്കിലും അത്യാവശ്യം വീഡിയോയിൽ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും കുട്ടേട്ടൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി നിങ്ങളുടെ ട്രാവൽ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക്, പാർട്ട്ണർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്ര രസകരമായൊരു കാഴ്ചയാണ് ആമപ്പാറ. ഇനി അങ്ങോട്ട് നമ്മൾ കിടന്നു ഉരുണ്ടൊക്കെ വേണം വെളിയിലോട്ട് പോകാൻ. ദാണ്ടെ നന്ദുമോൻ കാണിക്കുന്ന പ്രകടനം കണ്ടോ, അഭ്യാസം. പുഷപ്പൊക്കെ എടുക്കാൻ അറിയാമെങ്കിൽ വളരെയധികം ഉപകാരപ്പെടും. കാരണം അങ്ങനൊരു റിസ്ക് എടുത്ത് വേണം നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ. അതിനിടെ ഞാൻ എൻ്റെ ക്യാമറ നദൂപ്പിൻ്റെ കൊടുത്ത് ഇനി ഞാൻ ഇറങ്ങുന്നതും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരാം. താണ്ടി ഇതുപോലെ കണ്ടോ, ഇങ്ങനെ വേണം നമ്മൾ ഇറങ്ങി വരാൻ ഗൈസ്. പരമാവധി എത്ര ശ്രദ്ധിക്കാവോ അത്രയേ ശ്രദ്ധിച്ച് തന്നെ എൻ്റെ അമ്മ ഒരു വിധത്തിൽ ഞാൻ വെളിയിൽ വന്നു. അങ്ങനെ ഒരു പാറയ്ക്കിടയിലെ യാത്ര കഴിഞ്ഞ് പുറത്തു വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഒരു സൂപ്പർ എക്സ്പീരിയൻസ്. കുറച്ച് പൊടിയും മണ്ണൊക്കെ പറ്റും, സാരമില്ല. ആ യാത്രയിൽ അത്രയും കിട്ടുന്ന സന്തോഷത്തിനിടയിൽ ഇച്ചിരി പൊടിയല്ലേ പറ്റുന്നുള്ളൂ, സാരമില്ല. അങ്ങനെ ഞങ്ങൾ ആ യാത്ര ചെയ്തതിൻ്റെ ക്ഷീണത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, ഒത്തിരി പേര് അതിനകത്തുണ്ട് കേട്ടോ. അവരൊക്കെ വരാനുണ്ട്. ഇവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ ഇതുണ്ടോ, ഒരു വ്യൂ കണ്ടോ, മലകളും കാറ്റാടിയും ആകാശത്തിൻ്റെ ആ ഒരു ഭംഗിയും. ഇരുന്നത് ആസ്വദിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ദാണ്ടെ ഇവിടെ അതിനുള്ള അവസരമുണ്ട് കേട്ടോ. ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട് അങ്ങ് ആസ്വദിച്ച് തന്നെ ജീവിക്കുക. കാരണം നാളെ എന്ത് സംഭവിച്ചാലും ഇന്ന് നമ്മൾ ഹാപ്പി ആയിരിക്കും, ആയിരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയണം. കണ്ടോ, അങ്ങനെ ആമപ്പാറയുടെ ഒരു ശരിക്കും പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് സിനിമ കണ്ടവർക്കറിയാം ഈ ഒരു ഫീല്. പാറക്കിടകളിൽ കൂടി ഉള്ള യാത്രയുടെ ഒരു അഡ്വഞ്ചർ ഫീല്, അത് ഭയങ്കരമല്ലേ കേട്ടോ. ഇതിനകത്തൂടാണ് നമ്മൾ ഇറങ്ങി വന്ന ഗൈസ്. ഞാൻ ഇതിനകത്തൂടെ ഇറങ്ങി വന്നത്. ഓ മൈ ഗോഡ്. ഇവിടെ പുറത്ത് നിന്ന് നോക്കുമ്പം അയ്യോ ഭയങ്കരം. ഇനി ഈ വീഡിയോ ഒക്കെ എൻ്റെ വീട്ടുകാർ കാണുമ്പം, അല്ലെങ്കിൽ അപ്പനും അമ്മയൊക്കെ കാണുമ്പം അവരെന്നെ പറയാൻ പോകുന്ന ചീത്തയ്ക്കും ദേഷ്യത്തിനൊക്കെ ആയിരിക്കും. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ ഏതാണ്ട് പുറത്ത് വന്നുള്ള കാഴ്ചയാണ് കാണിക്കുന്നത്. ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് ആസ്വദിക്കുക കേട്ടോ നമ്മുടെ ഈ കാഴ്ചകളൊക്കെ. അങ്ങനെ നമ്മൾ വീണ്ടും തുടർന്ന് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ താണ്ടെ ഇനി അടുത്തൊരു സ്ഥലം ആമപ്പാറ കഫേ. അവിടെ നിങ്ങൾക്ക് വേണ്ടി നല്ല നാരങ്ങാ വെള്ളം, ചായ, അത്യാവശ്യം വേണ്ടത്ര എല്ലാ സ്നാക്സും തയ്യാറായിരിക്കുകയാണ്. വേണ്ടവർ അവിടെ പോവുക, ആവശ്യമുള്ള സാധനം മേടിക്കുക, കാശ് കൊടുക്കുക, അടുത്ത സ്ഥലങ്ങൾ കാണാനായി മുമ്പോട്ട് പോവുക. അങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് വരുമ്പോൾ താണ്ട് നമ്മൾ മുമ്പേ കാണിച്ച വാച്ച്, ഒരു ഏറ്റവും ടോപ്പ് വ്യൂവിലെ ഒരു വാച്ച് ടവർ പോലെ പണിതിട്ടിരിക്കുന്ന
അതിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ കയറുമ്പോണ്ടല്ലോ, അങ്ങോട്ട് കയറുമ്പോൾ പിന്നെ ഒരു വലിയ എന്താ പറയുന്നത്, ഭയങ്കര ശ്രദ്ധിച്ച് കയറേണ്ട സ്റ്റെപ്പൊക്കെയാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ഉയരത്തിലേക്ക് നമ്മൾ കയറി പോവുകയാണ് കണ്ടോ. ഇതുപോലെ തന്നെയാണ് കേട്ടോ വാഗമണിലുള്ള ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന. അതും ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. ഇടുക്കി വന്നാൽ ഇങ്ങനെ കുറേ കാഴ്ചകൾ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അതെ, അങ്ങനെ നമ്മൾ മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നന്ദു നമ്മളെ ഗൈഡ് ചെയ്യുക കേട്ടോ ഉയരത്തിലേക്ക് പോകാൻ. അങ്ങനെ ഉയരങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. വാവ്, താണ്ടേ. ഓ, ഈ ഒരു വ്യൂ ആണ് ശരിക്കും സന്തോഷമാക്കിയ ഒരു വ്യൂ ആണ് കേട്ടോ. എന്ത് രസമാണെന്നറിയോ. കാരണം ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ ഈ മുഴുവൻ സ്ഥലം തമിഴ്നാടും അതുപോലെ തന്നെ ഒരു ചുറ്റുവട്ടം മുഴുവൻ നമ്മൾ മുകളിൽ നിന്ന് കാണുകയാണ്. ഇടുക്കി ജില്ലയുടെ ഒരു മേഖല മുഴുവൻ നമ്മളിങ്ങനെ മലനിരകളിങ്ങനെ മുകളിൽ നിന്ന് കാണുക. അതിനിടയ്ക്ക് മുകളിലോട്ട് പോയ ജീപ്പുകളൊക്കെ ദാണ്ട് താഴോട്ടിറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ എന്നാ പറഞ്ഞേ, അവർ ഈ നമ്മൾ മുമ്പേ പോയ ഗുഹ ആമപ്പാറ കാണാൻ വേണ്ടി ഒത്തിരി ആളുകൾ ഞങ്ങളുള്ളപ്പോൾ വന്നു കേട്ടോ. ഞങ്ങളിവിടെ മേളിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കതിലെ ആളുകൾ പോകുന്നത് ഇങ്ങനെ കാണാം. ഞങ്ങളതുകൊണ്ട് കൂടെ തന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കുക. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. പ്രത്യേക ഒരു ഫീലാണ്, ഭയങ്കര രസകരമാണ് ആ ഒരു കാറ്റും. ശരിക്കും പറഞ്ഞാൽ ഇടുക്കിയുടെ ഒരു സ്പെഷ്യാലിറ്റി ഈ കാറ്റും തണുപ്പും മഞ്ഞും ഇതുപോലുള്ള കുറേ മലകളും ഈ കാഴ്ചകളുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. കണ്ടോ, മലകളൊക്കെ കണ്ടോ, എന്ത് രസമല്ലേ കാണാൻ. നല്ലൊരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര രസമാണ്. ഈ വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ്. കുറച്ച് ഫോട്ടോസും നമുക്ക് അത്യാവശ്യമുള്ള കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ നമുക്ക് പറ്റും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയൊരു ഉയരത്തിലാണ്, മലയുടെ മുകളിലാണ്. ഇവിടാണ് ഈ കുറച്ച് മുമ്പേ നമ്മൾ ഇറങ്ങിയ ആ സ്ഥലം കാണും കേട്ടോ. ഇവിടാണ് നമ്മൾ ഇറങ്ങി ഇപ്പുറത്തോടൊക്കെ വന്നത്. വാ, കണ്ടോ നമ്മുടെ കഫേയൊക്കെ ഉണ്ട്. ഇത് പിള്ളേർ സെറ്റ് ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു അഡ്വഞ്ചർ പ്ലേസും കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞായറാഴ്ച ദിവസം തന്നെ അതുപോലെ പിള്ളേർ സെറ്റൊക്കെ വന്ന് കാണാനൊക്കെ, നമുക്കും അത് കാണാനൊക്കെ ഭയങ്കര സന്തോഷം. നമ്മുടെ നാടിനെ ഇതുപോലെ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനോട് നമ്മളും യോജിക്കുന്നു. അത്രയ്ക്ക് നല്ല അഡ്വഞ്ചർ പ്ലേസാണ് കേട്ടോ. അത് ഞാൻ വീണ്ടും പറയുന്നതിൻ്റെ കാര്യം, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യണം. ഇങ്ങനെയുള്ള യാത്രകൾ നമ്മളൊരു സ്ഥലത്ത് പോകുന്നു എന്നുള്ളതല്ല, ആ സ്ഥലത്തിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അറിയാനും അത് നമ്മുടെ ലൈഫിലേക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും നമ്മളെ കൊണ്ട് കഴിയണം. അങ്ങനെ നമ്മുടെ ഗൈഡായിട്ടുള്ള വിനിച്ചേട്ടൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് കേട്ടോ. ഇങ്ങനെയാണ് കാര്യങ്ങൾ, അവിടെ ഇതുണ്ട്, ഈ യാത്ര ഇങ്ങനെയാണ്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ യാത്രയിൽ വിനിച്ചേട്ടൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് ഇങ്ങനെ ടൂറിസ്റ്റേഴ്സിനെ കൊണ്ട് യാത്രയുള്ളതുകൊണ്ട് വളരെ നന്നായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളും ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വശങ്ങളും എല്ലാം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും യാത്ര അത്ര സുഖകരമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, അതുവഴി നമ്മൾ ആ മുമ്പേ പോയ സുഹൃത്തുക്കൾ ഇറങ്ങി താണ്ടേ ആ പാറയ്ക്കിടയിൽ കൂടി ഇപ്പുറത്തൂടി പോകുന്നതാണ്ടോ. ഉള്ള ഒരു വ്യൂവിൽ നിങ്ങളെ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുവാണ് കേട്ടോ. അങ്ങനെ കണ്ടോ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ പാർക്ക് ചെയ്തു. അത്യാവശ്യം ഇനിയിപ്പം റെസ്റ്റ് എടുക്കാം, ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം, സ്നാക്സ് വേണ്ടവർ സ്നാക്സ് മേടിച്ച് കഴിക്കട്ടെ. അതിനുള്ള സമയവും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. വാ, ആകാശത്തെക്കുറിച്ചൊന്നും പറയാനില്ല, എന്ത് വ്യൂ ആണ്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ മിനിയേച്ചർ ഇടുക്കി ഡാമിൻ്റെ ഒരു ഫുൾ വ്യൂ അതിനകത്തുണ്ട് എന്ന് അവർ നമ്മളോട് പറഞ്ഞു തന്നു. ഇനി അത് ഓപ്പൺ ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇറക്കുന്നതായിരിക്കും. കണ്ടോ, സോളാർ പാനലൊക്കെ കണ്ടോ, രാമക്കമ്പട്ടിലെ സോളാർ പാനൽസാണത്. ഭയങ്കരമായിട്ട് കാറ്റുള്ളൊരു സ്ഥലവും കൂടാണ് കേട്ടോ. നല്ല കാറ്റുള്ളൊരു പ്രത്യേകത നിറഞ്ഞൊരു സ്ഥലമാണ്. നിങ്ങൾ വന്നാൽ പോലും ഇവിടെ അത്യാവശ്യം ബെസ്റ്റായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കിവിടെ ഉണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് താമസിക്കാനുള്ള എല്ലാ റിസോർട്ടുകളും സ്റ്റേ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ രാമക്കമ്പട്ടിൽ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ജീപ്പ് ഓടിക്കുന്ന ചേട്ടന്മാരോട് തന്നെ, നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന അവരോട് തന്നെ നിങ്ങൾ ചോദിച്ചാൽ മതി. എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് നൽകിത്തരും. നിങ്ങൾ വാകത്താനം ജീപ്പിനാണ് പോകുന്നതെങ്കിൽ വിനിച്ചേട്ടനാണ് അതിൻ്റെ ഡ്രൈവർ, വിനിച്ചേട്ടനാണ് കൺട്രോളർ. അപ്പോൾ വിനിച്ചേട്ടനാണ് നമ്മളെയും ഇതുവരെ ഈ വീഡിയോ ഇതുവരെ എത്തിക്കാൻ സഹായിച്ചേക്കുന്നത്. കണ്ടോ, നമ്മൾ വന്ന വണ്ടിയാണ് കേട്ടോ വാകത്താനം. ഇതിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അടിച്ചു പൊളിച്ചു നല്ല പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ തകർത്തേക്കുക. കണ്ടോ, നമ്മൾ മുമ്പേ കയറിയ ആ വാച്ച് ടവറിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. ഇതാണ് ആ ഫുൾ വ്യൂ. അപ്പോൾ ശരിക്കും ആമപ്പാറയിലെ ഒരു ഫുള്ളായെന്നല്ല എങ്കിലും അത്യാവശ്യമായ കുറേ
വീഡിയോസ് നിങ്ങളിലേക്ക് ഞാനിപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. നിങ്ങളിനി വന്ന് ഡയറക്റ്റ് വന്ന് ഈ ഒരു ഫീല് എന്താ പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യുക, ഈ ഒരു അഡ്വഞ്ചർ നിങ്ങൾ ആസ്വദിക്കുക. ഈ ഓഫ് റോഡിൻ്റെ ഒരു ഫീൽ അറിയണമെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് പോയാലേ അറിയുള്ളൂ. അതും നമ്മുടെ എന്താ പറയുന്നത് ഇന്നും അന്നും എന്നും രാജാവായി നിൽക്കുന്ന ജീപ്പേ തന്നെ യാത്ര ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഫീല് തന്നെയല്ലേ. അങ്ങനെ രാമക്കമ്പേട്ടിലെ ആമപ്പാറ ആണ് നമ്മൾ ഇന്ന് കുട്ടേട്ടൻ്റെ ബ്ലോഗിലൂടെ കണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നല്ല ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്ന വൈബുള്ള നിങ്ങളുടെ ട്രാവലിൽ നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക. കുട്ടേട്ടൻ്റെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ഒരു ബെൽ ബട്ടണുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത വീഡിയോ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ വേഗത്തിൽ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ യാത്ര വന്നതുപോലെ തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരിച്ചു പോകുമ്പം നമ്മൾ വന്ന വഴികളൊന്നും മറക്കാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആ വഴികളും കൂടി ഒന്ന് നിങ്ങളെ കാണിച്ച് തന്നിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ താണ്ടെ തിരിച്ച് നമ്മുടെ ആമപ്പാറയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്. പാറകളിലൂടെയുള്ള ആ ഒരു യാത്ര ഭയങ്കര രസമാണ് കേട്ടോ. ഒരിക്കലും നഷ്ടമെന്ന് പറയാനില്ല. ഭയങ്കര ഒരു ഫീലാണ്. വാ, നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി ഇവിടുത്തെ ഒരു വ്യൂ നിങ്ങളെ കാണിച്ചു തരാം. വാ, ഇതൊക്കെയല്ലേ ഗൈസ് ആസ്വദിക്കണ്ടേ. നമ്മളവിടെ നിന്ന് ഇനിയും തുടർന്ന് ഇതിനപ്പുറത്ത് കാണുന്നത് തമിഴ്നാടാണ് കേട്ടോ. ഇപ്പുറത്തോട്ടുള്ളത് തമിഴ്നാട് ബോർഡറാണ്. ഇതാണ്ട് ആ കാണുന്ന മുഴുവൻ തമിഴ്നാടിൻ്റെ പ്രോപ്പർട്ടീസാണ് കണ്ടോ. വാ, കാറ്റാടിപ്പാടങ്ങളും അവിടുത്തെ കൃഷിയിടങ്ങളൊക്കെയാണ് ആ കാണുന്നത്. ശരിക്കും ഈ കാറ്റാടി ഒരു നല്ല കാറ്റുള്ള സമയമാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ദൂരെ നിന്ന് കാറ്റാടി കറങ്ങുന്ന ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര രസകരമാണ്. അങ്ങനെ വീണ്ടും നമ്മുടെ തിരികെയുള്ള യാത്ര തുടരുന്നു. പാറകളൊക്കെ ഇറങ്ങിപ്പോകുന്നു. ഈ വീഡിയോ തന്നെ നമ്മൾ ഇറങ്ങി വരുന്ന വഴിയും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പാട്ടൊക്കെ ഇട്ട് അങ്ങ് പൊളിച്ചേക്കണം. ഒരു ദിവസം ഇതിനു വേണ്ടി ഇറങ്ങിയ ആ ദിവസം ഇത് മാത്രമായിരിക്കണം. അടിച്ച് പൊളിക്കുക, സന്തോഷിക്കുക. ലൈഫല്ലേ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണണം. അത് നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ആണ്. ഇത് ഇപ്പോൾ എൻ്റെ നാടും കൂടെ ആയതുകൊണ്ട് എനിക്ക് പറയുന്നതിൽ ഒരു മടിയില്ല. രാമക്കമ്മേട് പൊളിയാണ് കേട്ടോ. രാമക്കമ്മേട്ടിൽ വന്നവരാരും ഒരിക്കലും നെഗറ്റീവ് കമൻറ്റ്സ് പറയാറില്ല. കാരണം അത്രയ്ക്ക് പൊളി വൈബാണ്. ഇതുപോലുള്ള അഡ്വഞ്ചർ പ്ലേസും കുറവത്തി മലയും അതുപോലെ തന്നെ കാറ്റാടിപ്പാടവും. നമ്മുടെ ഇവിടെ ഒരു ബംഗ്ലാദേശ് എൻ്റെ ഈ ചാനലിനകത്തുണ്ട് കേട്ടോ. നമ്മുടെ ഇടുക്കിയിലും അല്ലെങ്കിൽ രാമക്കമ്പേട്ടിലും ഒരു ബംഗ്ലാദേശുണ്ട്. അതൊരു സ്ഥലമാണ്. അവിടെയും ചില കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. വരുവാണെങ്കിൽ ഒരു ദിവസം ഫുള്ള് എക്സ്പ്ലോർ ചെയ്യുക. ലൈഫ് എന്താ പറയുന്നത് വന്ന് കണ്ട് ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് പോവുക. ഇങ്ങനെയുള്ള യാത്രയിൽ പ്രത്യേകിച്ച് പിന്നെ യാത്രകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ സുരക്ഷിതമായി നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായി വേണം യാത്ര ചെയ്യാൻ. എത്ര അഡ്വഞ്ചർ പോയാലും നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. യാതൊരു നഷ്ടവും കഷ്ടവും ഇല്ലാതെ വന്നതുപോലെ തിരിച്ച് വീട്ടിൽ ചെല്ലുന്നത് വരെ സേഫ്റ്റി നിങ്ങൾ അത് വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ യാത്ര വൈൻഡപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. ഈ വീഡിയോ ഞാൻ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഓഫ് റോഡിൻ്റെ ഒരു ഫുൾ വ്യൂ. പിന്നെ ഇത് കണ്ടോ, കുറച്ചും കൂടെയൊക്കെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. വണ്ടി വരുന്ന ആ ഒരു ലക്ഷണം കണ്ടോ. വണ്ടിക്കകത്ത് ഇരിക്കുമ്പോഴേ ശരിക്കും അറിയത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചാടി ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസകരമാണ്. ശരിക്കും ഈ വണ്ടി ഓടിക്കുന്ന അച്ചായന്മാരെ വേണം സമ്മതിക്കാൻ. ഒരു ദിവസമൊക്കെ എത്ര ഓട്ടോ ഓടിയാലാ. ഇതിനകത്തോടി വണ്ടി കൊണ്ടുപോയി നിങ്ങളെ ഒന്ന് എൻ്റർടൈൻ ചെയ്ത് വരണ്ടേ. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തിരിച്ചുള്ള യാത്രയാണ് കേട്ടോ. വീട്ടിലേക്കുള്ള യാത്രയാണ്. ഞാൻ വന്ന വഴി ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഗ്യാപ്പ് റോഡാണ്. ഒരു വണ്ടിക്ക് മാത്രം കഷ്ടിച്ച് പോകാനുള്ള വഴിയാണ് കേട്ടോ. എങ്കിലും വളരെ രസകരമായൊരു യാത്ര നമ്മുടെ മുമ്പിലുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ യാത്ര ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്കൊക്കെ അങ്ങ് ഷെയർ ചെയ്തേക്കുക. കാരണം അവരൊക്കെ ഒന്ന് കാണട്ടെ. ഇനി അവരാരും വന്ന് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ അവരും വരട്ടെ. രാമക്കമ്മേട് എല്ലാവരും കാണട്ടെ. രാമക്കമ്മേടിൻ്റെ ആ ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഈ ഓഫ് റോഡിൻ്റെ അതും 44 ജീപ്പിലുള്ള ആ ഒരു പൊളിക്കൽ അവർക്കും കിട്ടട്ടെ. നിങ്ങളും വന്നിട്ടില്ല, നിങ്ങളും വരിക. ഈ വീഡിയോ കാണുന്നവരെല്ലാം വരണം. എല്ലാവരും വന്ന് ഈ രാമക്കമ്മേട്ടിലെ
ഈ ഒരു ഫീൽ, ഈ ഒരു അഡ്വഞ്ചർ അത് നിങ്ങളും ആസ്വദിക്കണം. ഓക്കെ, അങ്ങനെ ബിനിച്ചേട്ടനും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മളെ ഇത്രയും വളരെ മനോഹരമായിട്ട് ഗൈഡ് ചെയ്ത് രാമക്കമ്പട്ടിലെ ആമപ്പാറ ഫുൾ വ്യൂ നമുക്ക് വളരെ മനോഹരമായി കാണിച്ചു തന്ന ബിനിച്ചേട്ടനും കുടുംബത്തിനും വലിയൊരു നന്ദിയുണ്ട്. വേണ്ട, അങ്ങനെ നമ്മുടെ യാത്ര, തിരികെയുള്ള യാത്ര അങ്ങനെ അവസാനിക്കുകയാണ് ഗൈസ്. യെസ്, അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നേക്കുന്നത്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും കുട്ടേട്ടൻ്റെ വ്ലോഗ് നിങ്ങൾ കാണുക. ഇതുപോലെ രസകരമായ കാഴ്ചകളുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരും. അതുവരെ ബൈ.